ഇത് രാഷ്ട്രീയ വേട്ടയാണ്. ഇന്നലെ കോടതി പറഞ്ഞത് അന്വേഷണം നടത്താം, FIR പോലും രജിസ്റ്റർ ചെയ്യുന്നതിനോട് കോടതി യോജിക്കുന്നില്ല. എന്നിട്ട് പോലും പിണറായിയുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ റെയ്ഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ വേട്ടയാണ്. മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ നടത്തിയ ഇതുപോലെ സമാനമായ ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ കോടതി അവസാനം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഇതേ രീതിയിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായി കേസെടുത്തത്. അത് കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചറിയാത്തത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം ഇത്തരമൊരു രാഷ്ട്രീയ വേട്ടക്കൊരു ഡീലുണ്ടാക്കിയത്. ഇത് CPIM എന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള BJP കോൺഗ്രസ് ഡീലാണ്. ഡീല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ 2 വിജിലൻസ് കോടതികൾ, ഹൈക്കോടതി, ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി, എല്ലാ കോടതികളും യഥാർത്ഥത്തിൽ എക്സാലോജിക്ക് 1.72 കോടി രൂപ വാങ്ങിയത് അവർ CMRL കമ്പനിക്ക് നൽകിയ സേവനത്തിനാണെന്നും അതിലൊരു ക്രമവിരുദ്ധമായ കാര്യങ്ങളില്ലെന്നും കണ്ടെത്തിയതാണ്. മാത്യു കുഴൽനാടനെ കുഴിയിലാക്കിയതാണ് ആ കേസ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ, തെറ്റായ വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടും. നിയമപരമായി നേരിടണമെങ്കിൽ ഇന്നലെ 26/5/2026 ഹൈക്കോടതിയിലെ വിധി പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതിൽ കക്ഷിയല്ല എക്സാലോജിക്കിൻ്റെ വീണ വിജയൻ എന്ന് മാത്രമല്ല, ആ കേസിൽ ഏറ്റവും ഒടുവിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന നിഗമനത്തിലാണ് കോടതി എത്തിയത്. അപ്പോൾ പിന്നെ ഇത് ബോധപൂർവമായി പിണറായി വിജയനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയല്ല, CPM-നെതിരായിട്ടുള്ള വേട്ടയാണ്. ഇതിനെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. നിയമപരമായി നേരിടാൻ ഇപ്പം കഴിയാത്തത് എന്താ? ഇതിൽ വീണ വിജയൻ കക്ഷിയേയല്ല. വീണ വിജയനെതിരായി നേരത്തെ കൊടുത്ത കേസുണ്ടല്ലോ, മാത്യു കുഴൽനാടൻ, ആ കേസെല്ലാം തിരുവനന്തപുരം വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളുക മാത്രമല്ല, അതിനുശേഷം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പറഞ്ഞിട്ട് തള്ളിയതാണ്. മാത്യു കുഴൽനാടിനെതിരായി ശക്തമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചതുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരാതി കൊടുത്ത കോൺഗ്രസ്, കെജ്രിവാളിനെതിരായി കേസ് കൊടുത്ത കോൺഗ്രസിൻ്റെ നേതാവാ. ആ കോൺഗ്രസ് കൊടുത്ത കേസാണ് അവസാനം കോടതി കഴമ്പില്ലെന്ന് പറഞ്ഞിട്ട് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയത്. അപ്പോൾ കോൺഗ്രസ് BJP-യുമായി ചേർന്നുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിൽ കയറ്റി. അതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനെ ജയിലിൽ കയറ്റാനാണ് അവർ നോക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങളുടെ മനസ്സിലാണ് പിണറായി വിജയൻ്റെ സ്ഥാനം. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മുഴുവൻ ജനങ്ങൾ അദ്ദേഹത്തെ ഉൾപ്പെടെയുള്ളവരെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ കൈ ശുദ്ധമാണെന്ന് പിണറായി വിജയനെ അറിയുന്ന ഈ നാട്ടുകാർക്കറിയാം. ഒരഴിമതിയും നടത്താത്തയാളാണ്. പുരളാത്ത രാഷ്ട്രീയത്തിൻ്റെ ഒരു കഴിഞ്ഞകാല ജീവിതമാണ് കാണാൻ കഴിയുന്നത്. എന്തെല്ലാം വേട്ട നടത്തി. SNC ലാവ്ലിൻ, അത് ഉമ്മൻചാണ്ടി സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം
ക്യാബിനറ്റ് യോഗം ചേർന്ന് CBI അന്വേഷണത്തിന് വേണ്ടി വിട്ടതാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമായിരുന്നു. ആ കേസിൽ 19 അടവും പയറ്റിയിട്ടും പിണറായി വിജയനെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആ കേസ് വിചാരണക്കെടുത്ത കോടതി വിചാരണ പോലും നടത്താതെ ആ കേസിൽ നിന്ന് പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയത്. അതല്ല ചരിത്രം. അതേ ചരിത്രമായിരിക്കും ഇതിലും ഉണ്ടാവുക. അതുകൊണ്ട് നിയമപരമായി ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. ആരെങ്കിലും സേവനത്തിന് ചെയ്ത ജോലിക്ക് കാശ് വാങ്ങിയാൽ, കൂലി വാങ്ങിയാൽ, അതും ബാങ്ക് ത്രൂ ഈ പറയുന്ന കാശ് വാങ്ങിയാൽ ആരെങ്കിലും അതിന് ടാക്സ് കൊടുക്കുമോ? കൈക്കൂലിക്കാരെങ്കിലും നികുതി കൊടുക്കുമോ? വീണാ വിജയൻ 1.72 കോടി ഉറുപ്പിക അവർ നൽകിയ സേവനത്തിനാണ് പ്രതിഫലമായി വാങ്ങിയത്. അത് ചെയ്ത ജോലിക്കുള്ള വേതനമാണ്, അത് കൈക്കൂലിയല്ല. കൈക്കൂലി ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങൂല, മാത്രമല്ല ടാക്സ് അടക്കൂല. ആദ്യം മാത്യു കുഴൽനാടനും കോൺഗ്രസും പറഞ്ഞത് എന്താ? നികുതി അടച്ചിട്ടില്ലെന്നാണ്. നികുതി അടച്ചതിൻ്റെ രേഖ പുറത്തു വന്നപ്പോൾ പിന്നെ മിണ്ടാട്ടമില്ല. അതുകൊണ്ട് എക്സാലോജിക്കിൻ്റെ പേരിലാണ് ഈ റെയ്ഡെങ്കിൽ ഇന്ന് അർദ്ധരാത്രി വരെ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥന്മാർ കുത്തിയിരുന്നാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഇവിടെ നിന്നും കിട്ടൂല, തിരുവനന്തപുരത്തു നിന്നും കിട്ടൂല, കോഴിക്കോട് നിന്നും കിട്ടൂല. അവരെ ഞങ്ങൾ വേറെയൊന്നും ചെയ്യൂല. അവർ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വന്ന വൃത്യന്മാരാണ്. യജമാനന്മാരാരാ? BJPയും കോൺഗ്രസുമാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ വന്നവരാണ്. അവരവരുടെ ജോലി നിർവഹിച്ചു പോകട്ടെ. ഇന്നലെ ഹൈക്കോടതി അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ, FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഉടൻ ഇന്ന് രാവിലെ തന്നെ വരണമെങ്കിൽ ചെയ്ത വികാരം എന്താ? അവിടെയാണ് VD സതീശൻ്റെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ ഡൽഹി യാത്ര. ആ ഡൽഹി യാത്ര പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം BJPയും കോൺഗ്രസും തമ്മിൽ ഡീൽ ഉറപ്പിച്ചിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് എല്ലാ കോടതിയും തള്ളിക്കഴിഞ്ഞ, ജനങ്ങളെ മുമ്പിൽ യാതൊരു തെറ്റും ചെയ്യാത്ത പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടാൻ അനുവദിക്കില്ല. അത് രാഷ്ട്രീയ വേട്ടയാണ്. രാഷ്ട്രീയ വേട്ടയെ രാഷ്ട്രീയമായി നമ്മൾ നേരിടും. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. ഇതുപോലെയായിരുന്നു ലാവ്ലിൻ കേസും. ഇവർ 18 അടവും പയറ്റി 19ലേക്ക് എത്തിയപ്പോൾ കോടതിയിൽ പോയി. കോടതി അത് കുറ്റപത്രത്തിൽ കുറ്റം വായിക്കാതെ തന്നെ തള്ളേണ്ടി വന്നു. ഇതെന്തൊരു കുറ്റമോ? എന്ത് തെറ്റായി ഇയാൾ ചെയ്തത്? ലാവ്ലിൻ കമ്പനി അവരുടെ ഒരു ക്യാൻസർ സെൻറ്റർ തുടങ്ങാമെന്ന് പറഞ്ഞു. അത് മലബാറിൽ ഇന്ന് ദക്ഷിണേന്ത്യയിലെ നമ്പർ 1 ആ MCC. അതവിടെ കിടക്കുകയാണ്. കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ. ആ പൈസ എടുത്തിട്ട് ഇവിടെ വന്നാൽ പോരെ? തലശ്ശേരി കോടിയേരിയും പിണറായി തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നതല്ല പിണറായി വിജയൻ്റെ പാരമ്പര്യം. കൈക്കൂലിക്കെതിരായി ശക്തമായി നടപടിയെടുക്കുന്നതാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. അതുകൊണ്ട് പിണറായി വിജയൻ്റെ കൈ ശുദ്ധമാണെന്ന് പിണറായിക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം. ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കൂല. ജില്ലാ കേന്ദ്രങ്ങളിലും ഏറിയ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധം ശക്തിപ്പെടുത്തും. രാത്രി എല്ലാ ബ്രാഞ്ചുകളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തും. ഈ പ്രതിഷേധം BJP കോൺഗ്രസ് ഡീലിനെതിരായ പ്രതിഷേധമാണ്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ പ്രതിഷേധിക്കും. കോടതിയിൽ നിന്ന് വല്ല സമരസും വന്നാൽ ഹാജരാവുകയും ചെയ്യും.